അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിലെ 53-ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പ് 52 ഭാഗങ്ങൾ ഉണ്ട്. അതിൽ നമസ്കാരത്തിന്റെ വിശദമായ വിവരങ്ങൾ ഉണ്ട്. അത് കേൾക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയും, നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിലേക്ക് ചേരൽ അഥവാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കൊണ്ട് നമസ്കാരം ബാത്തിലാകും. അധികരിച്ച് ഭക്ഷണം കഴിക്കൽ നമസ്കാരത്തിനെ ബാത്തിലാക്കും. അത് മറന്നുകൊണ്ടാണെങ്കിലും മനഃപൂർവമാണെങ്കിലും. എന്നാൽ കുറഞ്ഞ വല്ല വസ്തുവും ഭക്ഷിച്ചാൽ അത് നമസ്കാരത്തിനെ ബാത്തിലാക്കുകയില്ല, മനഃപൂർവം ചെയ്താൽ. ഒരു വസ്തുവിനെ ഒരാള് വിഴുങ്ങുകയും മറന്നുകൊണ്ടോ വിവരമില്ലാതെയോ ഒരു വസ്തുവിനെ ഒരാൾ വിഴുങ്ങും, വളരെ കുറഞ്ഞതായ ഒരു സാധനത്തിന് മഅദൂറാണ്, അയാൾക്ക് ഉദുറുണ്ട് ജാഹിലായിരിക്കലോടുകൂടെ, എന്നാൽ അയാളുടെ നമസ്കാരം ബാത്തിലാവും. അതേസമയം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നിർബന്ധിപ്പിച്ചാലും നോമ്പ് മുറിയുകയില്ല. എന്നാൽ നമസ്കാരത്തിലാണ് വല്ലതും തിന്നുന്നതിന്റെ മേൽ നിർബന്ധിപ്പിച്ചു, അങ്ങനെ വല്ലതും തിന്നാൽ നോമ്പ്, അത് നിസ്കാരം അതുകൊണ്ട് ബാത്തിലാകാം. അത് എത്ര അല്പമാണെങ്കിലും നിസ്കാരം ബാത്തിലാകാം. അതേ പ്രകാരം തന്നെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ സംശയിക്കൽ. അങ്ങനെ സംശയം നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ഇതേ പ്രകാരം തന്നെ നമസ്കാരം ബാത്തിലാവുന്ന കാര്യത്തിൽപ്പെട്ടതാണ് നെഞ്ഞുകൊണ്ട് ഖിബ്ലയെ തൊട്ട് മറ്റൊരു ഭാഗത്തേക്ക് തിരിയൽ. അത് വലതു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ ആണെങ്കിലും, അത് നിർബന്ധപ്രകാരം ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടാണെങ്കിലും അവന്റെ നമസ്കാരം ബാത്തിലാക്കാം. അങ്ങനെ നിസ്കാരം ബാത്തിലാക്കുന്ന രീതിയിൽ തിരിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരു വ്യക്തി വളരെ കൃത്യമായി കൊണ്ട് സ്വഫിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് മറ്റൊരാൾ വന്ന് കയറി നിൽക്കാൻ. അങ്ങനെ കയറി നിൽക്കുമ്പോൾ അവന്റെ രണ്ട് ഭാഗത്തുള്ള ആളുകളും ചിലപ്പോൾ അവരുടെ നെഞ്ഞി ഹൃദയ കിബ്ലയെ തൊട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിയാൽ നമസ്കാരം. അതുകൊണ്ട് നെഞ്ഞ് ഹൃദയത്തിന്റെ മേലിലേക്ക് നിൽക്കുന്ന അവസ്ഥയിൽ ആണ് നമസ്കരിക്കേണ്ടത്. സ്വഫുകളിലൊക്കെ വളരെ തിങ്ങി നിൽക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്, നിസ്കാരം ബാത്തിലാകാൻ സാധ്യത. തിങ്ങി നിന്നാൽ നിസ്കാരം ബാത്തിലാകും എന്നല്ല, തിങ്ങി നിൽക്കുന്ന സമയത്ത് ഒരാളുടെ നെഞ്ഞ് അത് കിബിലയെ തൊട്ട് തെറ്റിയാൽ നിസ്കാരം ബാത്തിലാകും. മറന്നതായ നിലയിൽ ഒരാള് കിബിലയെ തൊട്ട് തെറ്റുകയും ഉടനെ തന്നെ അധികം താമസിക്കാതെ അവൻ ആ കിബിലയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്താൽ നമസ്കാരം ബാത്തിലാകുകയില്ല. മാനപ്പെട്ട ഹലീമി എന്നവരെ തൊട്ട് നിർബന്ധിച്ചുകൊണ്ട് ഒരാള് കിബിലയെ തൊട്ട് തെറ്റിയാൽ നമസ്കാരം ബാത്തിലാവുകയില്ല എന്ന് പറഞ്ഞ അഭിപ്രായം അത് പ്രബലമായ അഭിപ്രായത്തിന് എതിരാണ്. അതേ പ്രകാരം തന്നെ നിയ്യത്തിനെ വ്യത്യാസപ്പെടുത്തുക എന്നത് നമസ്കാരം ബാത്തിലാകും. നിയ്യത്തിനെ വ്യത്യാസപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്തു,
എന്നിട്ട് പിന്നെ അവന് ഇപ്പോൾ ഇതിനെ മുറിക്കണമോ വേണ്ടേ എന്നൊക്കെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫർദ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, ഒറ്റയ്ക്ക് അയാൾ കൈകെട്ടി. പിന്നീട് ഒരു ജമാഅത്തിനെ കാണുകയും ചെയ്തപ്പോൾ അയാൾക്ക് സുന്നത്തുണ്ട് എന്ന്, ആ ഫർദിനെ സുന്നത്തായി 2 റക്അത്തിന്റെ മേൽ ചുരുക്കുന്നതിന് വേണ്ടി സുന്നത്താണ് എന്ന് അപ്പോൾ തന്നെ മനസ്സുകൊണ്ട് കരുതൽ. എന്നിട്ട് 2 റക്അത്ത് സുന്നത്തായി ഇസ്ലാം കിട്ടിയാൽ അയാൾക്ക് ആ 2 റക്അത്ത് സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കും. അതേസമയത്ത് നിസ്കാരത്തിനെ അങ്ങോട്ട് മുറിക്കാൻ പാടില്ല. ഫർദ് നിസ്കാരം ഒരു കാരണവും കൂടാതെ മുറിക്കുക എന്നത് ഹറാമാണ്. ഇവിടെ ഇങ്ങനെ പല ആളുകളും ചെയ്യുന്ന ഒരു പണിയാണിത്. അഥവാ ഫർദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജമാഅത്തിന് ഇഖാമത്ത് കൊടുത്താൽ അതിനെ 2 റക്അത്ത് സുന്നത്താക്കി മറിക്കുക എന്നത്. പക്ഷേ അതിന് 2 നിബന്ധനകളുണ്ട്. ഒന്ന്, ആ നിസ്കാരം പൂർണ്ണമായി നിർവഹിക്കാനുള്ള വിശാലമായ ടൈമുള്ളപ്പോൾ ആയിരിക്കണം അങ്ങനെ ചെയ്യുന്നത്. ഒന്നാമത്തെ നിബന്ധന അതാണ്. 2, അവനിക്ക് ആ ജമാഅത്തിൽ പങ്കെടുക്കൽ സുന്നത്തുണ്ടായിരിക്കണം. അപ്പൊ ഖറാഅത്തുള്ള ജമാഅത്താണെങ്കിൽ അങ്ങനെ മറിക്കൽ പറ്റുകയില്ല. അപ്പോൾ തുടരൽ ഖറാഅത്തായ ആളുകൾക്ക് വേണ്ടി അത് അങ്ങനത്തെ ഒരു ഇമാമാണ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ മറിക്കാൻ പറ്റുകയില്ല. അപ്പൊ 2 നിബന്ധന: ഒന്ന്, ജമാഅത്ത് സുന്നത്തായിരിക്കണം. 2, ആ നിസ്കാരം പൂർണ്ണമായി നിസ്കരിക്കാനുള്ള സമയമുണ്ടായിരിക്കണം. 3, ഇമാമ് തുടരൽ ഖറാഅത്താകുന്ന വിഭാഗത്തിൽ പെടാതിരിക്കണം. അപ്പൊ ഈ സമയം ഇടുങ്ങിയതാണെങ്കിൽ ആ നിസ്കാരം ഇപ്പൊ സുന്നത്താക്കി മറിച്ചാൽ പിന്നെ ഫർദ് പൂർത്തിയാക്കാനുള്ള സമയമില്ലെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്ത് സുന്നത്തല്ലാത്ത ജമാഅത്താണെങ്കിൽ ളുഹുർ നിസ്കരിക്കുക. അപ്പൊ അസറിന്റെ ജമാഅത്ത് നടത്തുന്നവരെയാണ് എത്തിച്ചത്. അല്ലെങ്കിൽ അസർ നിസ്കരിക്കുകയാണ്, അപ്പൊ ളുഹുർ ഖളാ വീട്ടുന്നവര് ജമാഅത്തായിട്ട് ഖളാ വീട്ടുകയാണ്. എങ്കിൽ ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരത്തെ സുന്നത്തായി മറിക്കുക എന്നത് ഹറാമാണ് എന്ന് ഫത്വൽ അല്ലാം എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തി. ഇനി ഇമാമ തുടരൽ ഖറാഅത്തുള്ള ആളാണെങ്കിൽ, ഉദാഹരണത്തിന് മദ്ഹബ് വ്യത്യാസമുള്ള ആളാണ്, എന്നാലും ഫർദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അതിനെ സുന്നത്തായി മറിക്കുന്നതിന്റെ വിധി ഹറാമാണ്. ഹാദിറായ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് ഒരാൾ ഭയപ്പെട്ടാൽ അയാൾ ഒരു നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഒരു ളുഹുർ അയാൾ നഷ്ടപ്പെട്ടിട്ട് ആ ളുഹുർ ഖളാ വീട്ടുന്നത് അസറിന്റെ അവസാന സമയത്താണ്. ഈ ളുഹുർ ഖളാ വീട്ടും പൂർത്തിയാക്കുകയാണെങ്കിൽ അയാളുടെ അസർ ഖളാ. എന്നാൽ അതിനെ സുന്നത്തായി മറിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. ഇതൊക്കെ നമുക്ക് ഉപകാരം കിട്ടുന്ന, പ്രതിഫലം ലഭിക്കുന്ന, തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന മസ്അലകളാണ്. ചിലത് ചെയ്യുമ്പോൾ ഹറാമ് വരുന്നു, ചിലത് ചെയ്യുമ്പോൾ സുന്നത്ത് വരുന്നു. അതുകൊണ്ട് ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.